സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എന്ന ചെറിയ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ആസ്പിറൻസിനും എൻട്രി ആപ്പിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാടധികം ഗുണങ്ങൾ നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആ ഒരു എക്സാമിന്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ എക്സാമിന്റെ പാറ്റേൺ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഇതിന്റെ ആ ഒരു പ്രിപ്പറേഷൻ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു സംഗതി, വളരെ ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ആ ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിലുമുപരി നമുക്ക് ആ ഒരു സെൽഫ് അസസ്മെന്റ് നടത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പൊ സെൽഫ് അസസ്മെന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റാ. നമുക്ക് എന്തുമാത്രം ഇൻഫർമേഷൻ ഓൾറെഡി അറിയാം, ഏത് ഏരിയയിലാണ് നമ്മൾ വീക്ക് എന്നൊക്കെ നോക്കി മനസ്സിലാക്കി വീണ്ടും നമ്മുടെ ആ ഒരു പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജിക്ക് കുറെ കൂടെ സ്ട്രെങ്ത് പകർത്ത് കൊടുക്കാനായിട്ട് കഴിയും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ആയി വരിക തന്നെയാണ് അല്ലെ. ആ ക്വസ്റ്റ്യന്റെ ഫോമാറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് അവർ ഫ്രെയിം ചെയ്യുന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ, ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണോ, അതോ ഇത് ഒരു കമ്പൈൻഡ് ഫ്യൂഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണോ എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മാത്രമല്ല സെറ്റ് എക്സാം പോലൊരു എക്സാമിന് നമുക്കറിയാം ടൈം മാനേജ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്ക് ഒരുപാട് സമയമൊന്നും ഒരു ക്വസ്റ്റ്യനിൽ ചെലവഴിക്കാനായിട്ടില്ല. അപ്പോൾ ആ കൃത്യമായിട്ടുള്ള ആ ഒരു ടൈം മാനേജ്മെന്റ് നടത്താം. അപ്പൊ നമ്മൾ ഒരു ഓവറോൾ പ്രാക്ടീസ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിലൂടെ നടത്തിയാൽ നമുക്ക് ആ പരീക്ഷയോടുള്ള ഒരു ആങ്സൈറ്റി, ഒരു ഭയം ഇത് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. ആൻഡ് അൾട്ടിമേറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ബെഞ്ച് മാർക്ക് യുവർ പെർഫോമൻസ്. നിങ്ങളുടെ ഒരു പെർഫോമൻസ് ഏത് ലെവലിൽ എത്തി നിൽക്കുന്നു, ഏത് ലെവലിലേക്ക് നമുക്ക് അതിനെ കൊണ്ടെത്തിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി. ആൻഡ് വെൽക്കം ടു ദ ക്ലാസ് വൺസ് അഗെയിൻ. മൈ നെയിം ഇസ് സെബാസ്റ്റ്യൻ. നമ്മൾ ഇന്ന് ജനറൽ പേപ്പറിലാണ് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ നടത്തിയ എക്സാമിൽ നിന്ന് കുറെ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ചോദ്യങ്ങളും അതിന്റെ ആൻസർ ഓപ്ഷൻസും നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. അപ്പോ ഈ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നത് 4 ഓപ്ഷൻസ് നമുക്കുണ്ടാകും. അപ്പൊ അതില് 4ഉം വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും അവിടെ വരിക. അത് പ്രധാനമായിട്ട് നമുക്ക് ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് ആൻസർ ചെയ്യുന്ന ആ ഒരു സമയത്ത്. അപ്പൊ എങ്ങനെ നമുക്ക് കുറച്ച് ലോജിക് ഒക്കെ അപ്ലൈ ചെയ്ത് ഏതാണ് ഏറ്റവും ഉചിതമായ ഉത്തരം എന്നുള്ളത് എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുമൊക്കെ നമുക്ക് ഈ ഡിസ്കഷന്റെ ഇടയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം യു ടു ദിസ് ക്ലാസ് വൺസ് അഗെയിൻ. ആൻഡ് ബിഫോർ ഐ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനുണ്ട്. അതായത് നമുക്ക് ഡേറ്റിൽ ഒരു ചെറിയ ചേഞ്ച് ഇവിടെ വരുത്തിയിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. 5/11/2023 പുതിയ എക്സ്റ്റെൻഡഡ് ഡേറ്റ് ഫോർ സബ്മിറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ. അപ്പൊ ഇത് നമുക്ക് ജനുവരി 2024 എക്സാമിന് November 5 വരെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ യു ക്യാൻ സ്റ്റിൽ ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ് എന്നുള്ളത്. ഓക്കെ, സോ let's move on to the questions and the answers. Right. So, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം എന്തുകൊണ്ട് ഈ ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു റീസൺസ് ഒക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. അപ്പം ആദ്യം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ആ ഒരു റിയൽ ലൈഫ്, ഒരു ടീച്ചറുടെ ഒരു റിയൽ ലൈഫ്, ഡേ ടു ഡേ ലൈഫിൽ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് വേണമെങ്കിൽ കണക്കാക്കുക, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്ന് കണക്കാക്കുക. കിഡ്സ് ലേൺ ടു ലിങ്ക് ദിയർ ആക്ഷൻസ് വിത്ത് കോൺസിക്വൻസസ്. ഓക്കെ, കുട്ടികൾ പഠിക്കും എങ്ങനെ അവരുടെ ഓരോ ആക്ഷൻസും അതിന്റെ പ്രത്യാഘാതവുമായിട്ട് അവർക്ക് ലിങ്ക് ചെയ്ത് ആ ആക്ഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം. കാരണം ഞാൻ ഇന്നത് ചെയ്താൽ ഇന്ന കോൺസിക്വൻസ് ഉണ്ടാകും എന്ന് അവർ പഠിക്കും. Now, when they are allowed to experience the consequences of their behavior. So kids learn to link their actions with consequences when they are allowed to experience their consequences of their behavior. അപ്പം അവരുടെ ബിഹേവിയറിന്റെ ആ ഒരു കോൺസിക്വൻസ് എന്താണെന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ അവർ പഠിക്കുകയാണ് ഇന്ന ആക്ഷന് ഇന്നതായിരിക്കും കോൺസിക്വൻസ് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് ദ സൂട്ടബിൾ സ്കൂൾ ഓഫ് ഫിലോസഫി റിലേറ്റഡ് വിത്ത് ദിസ് അബവ് മെൻഷൻഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ 4 ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് ഫിലോസഫി തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്ന എന്താ പറയണ്ട സ്കൂൾ ഓഫ് ഫിലോസഫി ഏതാണ്? പ്രാഗ്മാറ്റിസം ആണോ, ഐഡിയലിസം ആണോ, റിയലിസം ആണോ, നാച്ചുറലിസം ആണോ?
ഇപ്പൊ പലർക്കും ഓൾറെഡി അതിന്റെ ആൻസർ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പൊ ഈ ഒരു ചോദ്യത്തിലൂടെ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? നമ്മളോട് ചോദിക്കുകയാണ് ആ ഒരു സ്കൂൾ ഓഫ് ഫിലോസഫി സെലക്ട് ചെയ്യുക ദാറ്റ് അലൈൻസ് വിത്ത് ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്. അതായത് കുട്ടികൾ പഠിക്കുന്നത് ദേ ലേൺ ഫ്രം കോൺസിക്വൻസസ് എന്നുള്ള ആ ഒരു സംഗതി. അപ്പൊ പ്രാഗ്മാറ്റിസത്തിന്റെ കാര്യം നമ്മൾ നോക്കിയാലോ. പ്രാഗ്മാറ്റിസം എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഇസ് വൺ സ്കൂൾ ഓഫ് ഫിലോസഫി ദാറ്റ് എംഫസൈസസ് ദ പ്രാക്ടിക്കൽ കോൺസിക്വൻസസ് ഓഫ് ആക്ഷൻസ് ആൻഡ് ഐഡിയാസ്, അല്ലെ? അപ്പൊ ആക്ഷൻസിന്റെയും ഐഡിയാസിന്റെയും ഒക്കെ പ്രാക്ടിക്കൽ കോൺസിക്വൻസിൽ എംഫസൈസ് കൊടുക്കുന്ന ഒന്നാണ് ശരിക്കും ഈ ഒരു പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ പ്രാഗ്മാറ്റിസ്റ്റ് അവരുടെ ബിലീഫ് എന്താണ്? ദേ ബിലീവ് ദാറ്റ് ദ വാലിഡിറ്റി ഓഫ് ട്രൂത്ത് ഓഫ് ഐഡിയാസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ദിയർ പ്രാക്ടിക്കൽ ഔട്ട്കംസ്, അല്ലെ? അതൊന്നും ഇവിടെ പറയുന്നത്. ആൻഡ് ഐഡിയലിസം നമ്മൾ നോക്കിയാലോ, ഐഡിയലിസം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇസ് ദ ഇറ്റ് പ്രയോറിറ്റൈസസ് ദ വേൾഡ് ഓഫ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ്. അപ്പോ ഈ കോൺസെപ്റ്റ്സ് അവർക്ക് അത് കുറെ കൂടെ റിയൽ ആണെന്നും സിഗ്നിഫിക്കന്റ് ആണ്, ഫിസിക്കൽ വേൾഡിനേക്കാളും റിയൽ ആണെന്നും സിഗ്നിഫിക്കന്റ് ആണെന്നും ഇവിടെ പറയുന്നത്. അതല്ലേ ഐഡിയലിസം എന്ന് പറയുന്നത്. റിയലിസം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അഗെയിൻ ദിസ് ഇസ് അനദർ സ്കൂൾ ഓഫ് ഫിലോസഫി ആൻഡ് ഇതിന്റെ എംഫസിസ് എന്ന് പറയുന്നത് ഇസ് ദി എക്സിസ്റ്റൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പൊ റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളത് ആണ് ശരിക്കും ഇവിടെ നമ്മൾ ഈ ഒരു റിയലിസത്തിൽ നോക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് നാച്ചുറലിസം. ഇപ്പൊ നാച്ചുറലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു നാച്ചുറൽ വേൾഡ്, അതിനകത്താണ് അതിന്റെ എംഫസിസ് വരുന്നത്. ആൻഡ് ദ ഐഡിയ ദാറ്റ് ഹ്യൂമൻസ് ആർ എ പാർട്ട് ഓഫ് നേച്ചർ, ഇതാണ് നാച്ചുറലിസത്തിൽ വരുന്നത്, അല്ലെ? അപ്പോ ഈ 4 ഓപ്ഷൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം പ്രാഗ്മാറ്റിസം തന്നെയാണ് ഇതിന്റെ ആ ഒരു റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് പ്രാഗ്മാറ്റിസം ഹിയർ അലൈൻസ് വിത്ത് ദ ഐഡിയ ദാറ്റ് കിഡ്സ് ലേൺ ബൈ എക്സ്പീരിയൻസിംഗ് ദ കോൺസിക്വൻസസ് ഓഫ് ദിയർ ബിഹേവിയർ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, പ്രാഗ്മാറ്റിസം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് where every individual in a religiously diverse society has rights, freedom and safety to worship according to their conscience, and this is is known as religious what? Appo idu religious pluralism aano, activism aano, totalitarianism aano, ado monism aano ennullathu. ഇതാണ് നമ്മൾ ഇവിടെ. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ ശരിക്കും ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ we have to identify the term that describes the state of being. A state of being where individuals, in a religiously diverse society have the rights to worship freely and safely. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ പ്ലൂറലിസം എന്താണ് പറയുന്നത്? പ്ലൂറലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം റിലിജിയസ് പ്ലൂറലിസം സ്പെസിഫിക്കലി നോക്കിയാൽ ഇറ്റ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വേ മൾട്ടിപ്പിൾ റിലിജിയസ് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് കോഎക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി. ഇൻഡിവിജ്വൽസിന് ഫ്രീഡം ഉണ്ട്, അവർക്ക് എന്ത് ചൂസ് ചെയ്യണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. ഇനി ആക്ടിവിസത്തിന്റെ കാര്യം നോക്കിയാലോ, ആക്ടിവിസം റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് ആക്ടിവ്ലി ക്യാമ്പയിനിങ് ഫോർ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് അതർ ചേഞ്ചസ്. ഇപ്പൊ സോഷ്യൽ ചേഞ്ചസ്, പൊളിറ്റിക്കൽ ചേഞ്ചസ്, മറ്റ് അനേകം ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റീവ് ക്യാമ്പയിനിങ് എന്ന് വേണമെങ്കിൽ പറയാം ആക്ടിവിസം. Totalitarianismo again is a form of government where the state exercises significant control over the subjects, അല്ലെ? അപ്പൊ അവരുടെ പബ്ലിക് ലൈഫ്, പ്രൈവറ്റ് ലൈഫ് എല്ലാം കൺട്രോൾഡ് ആണ് ബൈ ദ സ്റ്റേറ്റ്. അപ്പോ ആൻഡ് മോണിസം എന്ന് പറയുമ്പോഴോ ഇത് ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ദിസ് കോൺസെപ്റ്റ് സജസ്റ്റിംഗ് ദാറ്റ് ഓൾ എക്സിസ്റ്റൻസ് ഇസ് പാർട്ട് ഓഫ് എ യൂണിഫൈഡ് ഹോൾ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ മോണിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു റിലിജിയസ് ഡൈവേഴ്സിറ്റി ഓഫ് ഫ്രീഡം. അപ്പൊ അതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇസ് ഓപ്ഷൻ എ. അത് ഓൾറെഡി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കാണും. ഓപ്ഷൻ എ, പ്ലൂറലിസം ഇസ് ദി ആൻസർ. ആൻഡ് മൂവിംഗ് ഓൺ ടു നമ്പർ 3, ചൂസ് ദ ബിഹേവിയർ കമ്പോണന്റ് ഇൻക്ലൂഡഡ് ഇൻ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. അപ്പൊ ഈ സ്റ്റിമുലസ് വേരിയേഷനിൽ വരുന്ന ബിഹേവിയർ കമ്പോണന്റ് ഏത് എന്ന് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം ഇവിടെ പറയുന്നത്. ആൻഡ് ഓപ്ഷൻസ് നമുക്ക് തന്നേക്കുന്നത് ജഡ്ജിങ്, അനലൈസിങ്, റീസണിങ് ആൻഡ് ഫോക്കസിങ്. അപ്പൊ ജഡ്ജിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ജഡ്ജിങ് ഒരു കോഗ്നിറ്റീവ് പ്രോസസ് ആണ്, അല്ലെ? ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സിൽ ഇൻഡിവിജ്വൽസ് മേക്ക് ഡിസിഷൻസ് or they form opinions about something based on available information. നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ എടുത്ത് നമ്മൾ എന്താ പറയേണ്ടത്, ഡിസിഷൻസിലേക്ക് വന്നെത്തുന്നു, അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്.
അപ്പൊ ഇവിടെ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊഗ്നിറ്റീവ് സ്കില്ല് തന്നെയാണ്. പക്ഷേ അത് സ്റ്റിമുലസ് വേരിയേഷനുമായിട്ട് ടിപ്പിക്കലി അസോസിയേറ്റഡ് അല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയാലോ, അനലൈസിങ്. അനലൈസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോസസ് എന്താ പറയുന്നത്, കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചെറിയ കമ്പോണൻസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ അനലിറ്റിക്കൽ സ്കിൽസ് ഭയങ്കര വാല്യൂബിൾ ആയിട്ട് വരുന്ന പല കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ഇതും ആ ഒരു സ്റ്റിമുലസ് വേരിയേഷനുമായിട്ട് ഡയറക്ട്ലി ഒരു ലിങ്ക് ഇവിടെ വരുന്നില്ല അനലൈസിങ്ങിന്. അടുത്തതൊന്ന് റീസണിങ് നോക്കിയാലോ. റീസണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലോജിക്കും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഉപയോഗിക്കുകയാണ് ആ ഒരു ഡിസിഷൻസിലേക്ക് എത്തുന്നതിന്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ആ ഒരു കൺക്ലൂഷനിലേക്ക് വന്നെത്തുന്നതിന്. അപ്പൊ ഇത് ഈ ഒരു റീസണിങ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ എവിഡൻസസ് എടുത്ത് വെച്ചിട്ടായിരിക്കും നമ്മളിത് നോക്കിയിട്ട് ഇന്ന കാരണം കൊണ്ട് ഇന്നതിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പൊ റീസണിങ്ങും ഒരു കൊഗ്നിറ്റീവ് സ്കിൽ തന്നെയാണ്, പക്ഷെ സ്പെസിഫിക്കലി അത് സ്റ്റിമുലസ് വേരിയേഷനുമായിട്ട് റിലേറ്റഡ് അല്ല എന്നുള്ളത്. Now we are left with one option, that is focusing, and this is the answer. But focusing can be associated with the process of concentrating അല്ലെങ്കിൽ paying attention to a specific stimulus അല്ലെങ്കിൽ ഒരു specific task എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു സ്റ്റിമുലസ് വേരിയേഷന്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ focusing might be part of the skill that is used to maintain attention. നമുക്ക് ആ ഒരു സ്റ്റിമുലസിൽ നമുക്ക് അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റിമുലസ് അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റിമുലായി അവിടെ വരും. ആൻഡ് വൺ നീഡ്സ് ടു കീപ് ലേണിംഗ് ഫ്രം ദീസ് ഡിഫറെന്റ് സ്റ്റിമുലായി ആൻഡ് ആഡിങ് വാല്യൂ എന്നുള്ളത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ, ആ ഒരു ബിഹേവിയറൽ കമ്പോണന്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ഇസ് ഓപ്ഷൻ ഡി, ഫോക്കസിംഗ് എന്നുള്ളത്. അപ്പം ഒരു ടീച്ചർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ ഈ ഒരു സ്റ്റിമുലസ് വേരിയേഷൻ യൂസ് ചെയ്യുമ്പോൾ they often tend to use techniques to keep students focused. സ്റ്റുഡൻസിനെ ഫോക്കസ്ഡ് ആക്കി വെക്കുക, അവരെ എൻഗേജ്ഡ് ആയിട്ട് വെക്കുക. അപ്പോൾ അതിന് ഒരു വെറൈറ്റി ഓഫ് സ്റ്റിമുലായി ഇവിടെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി ആകാം ഒരു സ്റ്റിമുലായി എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റുഡൻസിന്റെ ആ ഒരു അറ്റൻഷനും ഇൻട്രസ്റ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഫോക്കസിംഗ് ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ്. മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. Classifications that are commonly utilized as a way of describing different kinds of learning behaviors and characteristics that we wish our students to develop is termed as. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ദാറ്റ് ആർ കോമൺലി യൂട്ടിലൈസ്ഡ്. കോമൺലി നമ്മൾ ഉപയോഗിച്ചു വരുന്ന ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഇവിടെ ഈ സംസാരിക്കുന്നത്. ആൻഡ് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലേണിംഗ് ബിഹേവിയേഴ്സ്. അതുകൂടാതെ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് വി വിഷ്, നമ്മൾക്ക് ഡിസൈർഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആ സ്റ്റുഡൻസിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഉള്ള ഓപ്ഷൻസ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ലേണിംഗ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ ടാക്സോണമി, അല്ലെങ്കിൽ ഡൊമെയിൻസ് ഓഫ് ലേണിംഗ് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്, നമ്മളോട് ആ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പൊ ബിഹേവിയറും ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് ഓരോ ഓപ്ഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. ഒബ്ജക്റ്റീവ് ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ശരിക്കും എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ക്ലാസിഫിക്കേഷൻസ് റിലേറ്റ് ടു എഡ്യൂക്കേഷൻ ദാറ്റ് ഇസ് സെന്റേർഡ് അറൌണ്ട് ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ്. അപ്പൊ ആ ഒരു എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എഡ്യൂക്കേഷന്റെ ഗോൾ എന്താണ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന നിലയിലാണ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോ സ്പെസിഫിക്കലി ദിസ് ഇസ് നോട്ട് അഡ്രസ്സിംഗ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ബിഹേവിയേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ നോക്കിയാലോ, ഓപ്ഷൻ ബി. ഈ ഓപ്ഷൻ ബി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് പോയിന്റ്സ് ടു ദ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എഡ്യൂക്കേഷന്റെ ഗോൾസ് എന്താണ്. അപ്പൊ ഇവിടെ വരുന്ന ആ ഒരു പ്രധാന എംഫസിസ് എന്ന് പറയുന്നത് ഇസ് വാട്ട് എഡ്യൂക്കേഷൻ എയിംസ് ടു അച്ചീവ്. അപ്പൊ എഡ്യൂക്കേഷൻ എന്ത് അച്ചീവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. But it doesn't directly address the classification of learning behaviors and characters. ഇനി എഡ്യൂക്കേഷണൽ ടാക്സോണമി നമ്മൾ നോക്കിയാലോ, ഈ ഒരു ഓപ്ഷൻ ഈസ് റിലേറ്റഡ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ടാക്സോണമി. ഇപ്പൊ ടാക്സോണമി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓർഗനൈസിങ് ഇൻഫർമേഷൻ. ഇപ്പൊ ഇൻഫർമേഷനെ ക്ലാസിഫൈ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അതിനാണ് നമുക്ക് ടാക്സോണമി എന്ന് പറയാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ എഡ്യൂക്കേഷണൽ ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കിയാൽ എഡ്യൂക്കേഷണൽ ടാക്സോണമി
would involve classifying the organization and educational information. അതിനകത്ത് ലേണിംഗ് ബിഹേവിയേഴ്സും വരും, ക്യാരക്ടറിസ്റ്റിക്സും വരും. ഇനി നമ്മൾ ആ ഒരു ആൻസറിലേക്ക് എത്തുന്നതിന് മുമ്പേ ഓപ്ഷൻ ഡിയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ഡൊമെയിൻസ് ഓഫ് ലേണിംഗ് ആണ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് ക്ലാസിഫിക്കേഷൻസ് ബീങ് റെഫേർഡ് ടു ആസ് ഡൊമെയിൻസ് ഓഫ് ലേണിംഗ് എന്ന നിലയിൽ. അപ്പൊ ഡൊമെയിൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പം ടിപ്പിക്കലി അത് കാറ്റഗറൈസ് ചെയ്യുന്നത് ഇൻടു ഡിഫറെന്റ് ഏരിയാസ് അല്ലെങ്കിൽ ഡൊമെയിൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ വരുന്ന ഡിഫറെന്റ് ഏരിയാസ് എന്തൊക്കെയാണ്? കോഗ്നിറ്റീവ് ഒരു ഡൊമെയിൻ ആയിട്ട് വരും, എഫക്റ്റീവ് ഒരു ഡൊമെയിൻ ആയിട്ട് വരും, സൈക്കോമോട്ടർ ഒരു ഡൊമെയിൻ ആയിട്ട് വരും. അപ്പൊ ഈ ഡിഫറെന്റ് ഡൊമെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു വേരിയസ് ടൈപ്സ് ഓഫ് ലേണിംഗ് ബിഹേവിയറും ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലെ. കാരണം ആ ഒരു കോഗ്നിറ്റീവ് ലേണിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ലേണറുടെ ബിഹേവിയർ ഡിഫറെന്റ് ആണ് ടു ദാറ്റ് ഓഫ് എഫക്റ്റീവ് ഓർ ഈവൻ ദ സൈക്കോമോട്ടർ എന്നുള്ളത്. അപ്പൊ ആ നിലയിൽ നമ്മൾ നോക്കുമ്പം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ആൻസർ. സോ ഡൊമെയിൻസ് ഓഫ് ലേണിംഗ് ആണ് യൂഷ്വലി നമ്മൾ ആ ഒരു എന്താ പറയേണ്ടത് ലേണിംഗ് ബിഹേവിയറും ക്യാരക്ടറിസ്റ്റിക്സും ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് നമുക്കറിയാം തിങ്കിങ് ആണ്, എഫക്റ്റീവ് നമുക്കറിയാം ഇമോഷണൽ ആണ്, ആൻഡ് സൈക്കോമോട്ടോർ എന്ന് പറയുമ്പോഴത്തേക്ക് കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് ഫിസിക്കലായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് ആ ഒരു വേരിയസ് ആസ്പെക്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ കിടക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 5. What is the purpose of lesson plan? അല്ലെങ്കിൽ the purpose of a lesson plan is option A, to prepare all that the teacher wants to teach in one class. Option B, to enumerate the teaching strategies that are to be adopted. Option C, to make detailed plan about review questioning. And option D, to set the objectives of teaching a lesson in the class. ഇങ്ങനെ നമുക്ക് 4 ഓപ്ഷൻസ് ഇവിടെ ഉണ്ടല്ലേ. ആൻഡ് ഈ 4 ഓപ്ഷൻസും വളരെയധികം കൺഫ്യൂസിംഗ് ആയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ബിക്കോസ് ഇതെല്ലാം ഏകദേശം എന്താ പറയേണ്ടത് ആ ഒരു ടീച്ചിങ്ങും ലെസൺ പ്ലാനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഓപ്ഷൻ എ നമ്മളൊന്ന് നോക്കിയാലോ. ടു പ്രിപ്പയർ ഓൾ ദ ടീച്ചർ വാണ്ട്സ് ടു ടീച്ച് ഇൻ വൺ ക്ലാസ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ശരിക്കും സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? that the primary purpose of a lesson plan is to prepare and organize all the content a teacher intends to teach in a single class or a lesson. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ ടീച്ചർ എന്ത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നോ അതിന്റെ മെറ്റീരിയൽ ആൻഡ് അത് പഠിപ്പിക്കേണ്ട ആ ഒരു രീതി ഇതൊക്കെയാണ്. അതാണ് ടു പ്രിപ്പയർ ഓൾ ദ ടീച്ചർ വാണ്ട്സ് ടു ടീച്ച് ഇൻ വൺ ക്ലാസ്. ആ ഒരു സ്പെസിഫിക് ക്ലാസ്സിൽ ആ ഒരു പീരിയഡിൽ എന്ത് പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുക. അതാണ് ഈ ഒരു ഓപ്ഷൻ ശരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ ബി നോക്കിയാലോ. ടു എനുമറേറ്റ് ദ ടീച്ചിങ് സ്ട്രാറ്റജീസ് ടു ബി അഡോപ്റ്റഡ്. അപ്പൊ ഇത് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ദിസ് ഇസ് നൗ സജസ്റ്റിംഗ് ദാറ്റ് ലെസൺ പ്ലാൻ ഇസ് പ്രൈമറിലി മെന്റ് ഫോർ ലിസ്റ്റിംഗ് ആൻഡ് ഡീറ്റെയിലിംഗ് ദ ടീച്ചിങ് സ്ട്രാറ്റജീസ് ആൻഡ് ദ മെത്തേഡ്സ് ദാറ്റ് ആർ ടു ബി യൂസ്ഡ്. ലെക്ചർ മെത്തേഡ് വേണോ, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് വേണോ എന്നൊക്കെയുള്ളത് അത് തീരുമാനിക്കലാണ് ലെസൺ പ്ലാനിന്റെ പ്രധാന ഉദ്ദേശമെന്ന് ആ ഒരു ഓപ്ഷൻ പറയുന്നത്. ഇനി ഓപ്ഷൻ സി നോക്കിയാലോ. ടു മേക്ക് ഡീറ്റെയിൽഡ് പ്ലാൻ അബൌട്ട് റിവ്യൂ ക്വസ്റ്റ്യനിങ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഈ ഒരു ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പറയാൻ പോകുന്നത് ലെസൺ പ്ലാനിങ്ങിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു റിവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഒരു ലെസണിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ചെക്കിംഗ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം, എന്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ കൊണ്ടുവരണം എന്നുള്ളത്. ആൻഡ് ഓപ്ഷൻ ഡി നമ്മൾ നോക്കിയാലോ. ടു സെറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എ ലെസൺ ഇൻ ദ ക്ലാസ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ടീച്ചിങ്ങിന്റെ അല്ലെങ്കിൽ ലെസൺ പ്ലാനിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടു എസ്റ്റാബ്ലിഷ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഓഫ് ദ ലെസൺ. ബാക്കിയെല്ലാം അതിന്റെ ഇടയിൽ വരുന്ന സ്റ്റെപ്സ് അവിടെയുണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി എന്ന നിലയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. കാരണം എന്താണ്? ഈ ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാല്, ഒരു ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോൾ അത് ടിപ്പിക്കലി ഇറ്റ് ഔട്ട്ലൈൻസ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, ദ കോണ്ടന്റ് ടു ബി കവേർഡ്, ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ടു ബി ഡൺ, അസസ്മെന്റ്സ് എന്ത് ചെയ്യണം, ആ ഒരു ഡിസൈർഡ് ആയിട്ടുള്ള ലേണിംഗ് ഔട്ട്കം, ആ ഒരു സ്പെസിഫിക് ലെസണിൽ നിന്ന് നമ്മൾ എന്ത് ഔട്ട്കം പ്രതീക്ഷിക്കുന്നു ആ ഒരു ഔട്ട്കമ്മിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം
അപ്പൊ അവിടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. ആ കോണ്ടന്റ് ഇസ് ടു ബി കവേർഡ് എന്നുള്ള നിലയിൽ നമ്മൾ അത് എന്തുമാത്രം കണ്ടന്റ് അവിടെ കവർ ചെയ്യണം എന്നുള്ള നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് വേണ്ട ആക്ടിവിറ്റീസ് എന്താണ്, അസസ്മെന്റ്സ് എന്താണ്, ഇതെല്ലാം കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാല് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ദീസ് ആർ ഓൾ ഇൻക്ലൂഡഡ് ഇൻ എ കോംപ്രിഹെൻസീവ് ലെസൺ പ്ലാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഫണ്ടമെന്റൽ ആയിട്ടും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പേർപ്പസ് ഫോർ ലെസൺ പ്ലാനിങ് എന്നുള്ളത്. സോ ഓപ്ഷൻ ഡി is the right answer for us. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ യു മെൻഷൻ ദാറ്റ് ഇൻ കമന്റ്സ് ആൻഡ് ഐ വിൽ ട്രൈ ടു റിപ്ലൈ ടു ദം. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം, മെനി കേസസിൽ നമ്മൾ നോക്കിയാല് ഓപ്ഷൻ എ എടുക്കുക, അതായത് പ്രിപ്പറേഷൻ ഓഫ് വാട്ട് ദ ടീച്ചർ വാണ്ട്സ് ടു ടീച്ച്. അപ്പൊ ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ് ലെസൺ പ്ലാനിങ്ങിന്റെ. പക്ഷെ നമ്മളൊരു കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ട് ഒരു മെയിൻ ഫണ്ടമെന്റൽ പേർപ്പസ് എന്ന നിലയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ് ക്ലിയർ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഫോർ ദ ലെസൺ. ഇതാണ് പിന്നെ ടീച്ചർ ഒരു ഗൈഡായിട്ട് യൂസ് ചെയ്യുന്നത്, എന്താണ് ആ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് എന്നുള്ള ആ ഒരു നിലയിൽ. ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്. ആൻഡ് ആസ് ഐ സെഡ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് കമന്റ്സിൽ മെൻഷൻ ചെയ്യുക. വി വിൽ ഡിസ്കസ് ഇറ്റ് ഫർദർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ഹെഡ് ടു ഫുട്ട്. ദ പ്രിൻസിപ്പിൾ ഫോളോഡ് ഹിയർ ഇസ്. അപ്പം എന്ത് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്തേക്കുന്നത്? അതായത് ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ഹെഡ് ടു ഫീറ്റ് അല്ലെങ്കിൽ ഹെഡ് ടു ഫുട്ട്. എന്ത് പ്രിൻസിപ്പിൾ ഇവിടെ? നോ, പ്രോക്സിമോ ഡിസ്റ്റൽ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സെഫാലോകോഡൽ. ഓപ്ഷൻ സി ക്യുമുലേറ്റീവ് ആൻഡ് ഓപ്ഷൻ ഡി ഇന്റർ റിലേറ്റഡ്നെസ് എന്നുള്ളത്. സോ വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ? അപ്പോ പ്രോക്സിമൽ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരു ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ തന്നെയാണ്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്യുന്നത് is that development proceeds from the center of the body outward എന്നുള്ളത്. ഒരു ഉദാഹരണം നോക്കിയാൽ, ആ ഒരു ഇൻഫന്റ് സ്റ്റേജ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു കുഞ്ഞിന്റെ മോട്ടോർ സ്കിൽസ്, കൈകാലമൊക്കെ അനക്കുന്ന ആ ഒരു സ്കിൽസ് ടിപ്പിക്കലി ദേ ഡെവലപ്പ് ഫ്രം കൺട്രോളിംഗ് ദ ടോസോ ആൻഡ് ഹെഡ്, അല്ലെ? എന്നിട്ട് അവിടെ നിന്ന് ആ ഒരു എക്സ്ട്രീംസിലേക്ക് പോവുകയാണ്, ലൈക്ക് ആംസ്, ലെഗ്സ് ആൻഡ് ഓൾ ദാറ്റ്. അതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നത്. മറ്റത് സെഫാലോകോഡൽ എന്ന് പറയുമ്പോഴോ, സെഫാലോകോഡലും ഒരു ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ തന്നെയാണ്. അപ്പൊ ഇവിടെ ഇത് ശരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ദ ഹെഡ്, അതാണ് സെഫാലിക് എന്ന് പറയുന്നത്, ആൻഡ് ടു ദ ഫീറ്റ്, അതാണ് കോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ ഇത് ശരിക്കും കാണിക്കുന്ന എന്താണ്? വാട്ട് ഡസ് ദിസ് സജസ്റ്റ്? ദാറ്റ് മോട്ടോർ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട്സ് ഇൻ ദ അപ്പർ പാർട്സ് ഓഫ് ദ ബോഡി and then it moves downward towards the lower part എന്നുള്ള, അതാണ് സെഫാലോകോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോഴോ, അപ്പൊ ഈ ക്യുമുലേറ്റീവും ഒരു ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ തന്നെയാണ്. ആൻഡ് ദിസ് ബിൽഡ്സ് ഓൺ പ്രീവിയസ് എക്സ്പീരിയൻസസ് ആൻഡ് സ്റ്റേജസ്, അതാണ് ക്യുമുലേറ്റീവ്, ഒന്നൊന്നിന്റെ മുകളിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത് ആ ഒരു കുഞ്ഞിനുണ്ടാകുന്ന ഏർലി എക്സ്പീരിയൻസസും സ്കിൽസും അവരുടെ ലേറ്റർ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നു എന്ന് പറയുന്നതാണ് ക്യുമുലേറ്റീവ്. ആൻഡ് ഇന്റർ റിലേറ്റഡ്നെസ് എന്ന് പറയുമ്പോഴോ, this refers to the concept that various aspects of development are interconnected. അപ്പൊ ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജസ്, പല ആസ്പെക്ട്സ് ഇന്റർകണക്റ്റഡ് ആണ് എന്ന് ഇവിടെ പറയുന്നത്. ആൻഡ് ദേ ഓൾസോ ഇൻഫ്ലുവൻസ് ഈച്ച് അതർ, അതാണ് ഇന്റർ റിലേറ്റഡ്നെസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇവിടെ ഇപ്പം റെക്കഗ്നൈസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഇന്റർ ലിങ്ക്ഡ് ആണെന്നും ആൻഡ് ദീസ് കനോട്ട് ബി ഐസൊലേറ്റഡ്. അപ്പൊ ഈ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് മറ്റു 3 ഏരിയാസ് ഇല്ലാതെ അത് മാത്രം ഡെവലപ്പ് ആകില്ല. അതുപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വേണമെങ്കിൽ ഫിസിക്കലും വേണം, ഇമോഷണലും വേണം, സോഷ്യൽ ഡെവലപ്മെന്റും വേണം. അതാണ് ആ ഒരു ഇന്റർ റിലേറ്റഡ്നെസ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി യു വുഡ് ഹാവ് സീൻ ദാറ്റ് നമുക്ക് വേണ്ട ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് സെഫാലോകോഡൽ. അത് തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. Now let's move on to question number 7. Raju is a 10th standard student. He always shows very risky behavior. Commonly, this characteristic of Raju is mainly due to his proactive behavior ആണോ, restless behavior ആണോ, hyperactivity കൊണ്ടാണോ, അതോ ഒരു approval seeking behavior ആണോ ശരിക്കും ഇവിടെ ഈ വരുന്നത്? ഇവിടെയും നമുക്ക് ഈ ഓരോ ഓപ്ഷൻസും സ്പെസിഫിക് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us see എന്താണ് proactive behavior എന്ന് പറയുന്നത്. proactive ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുമ്പം സംബഡി ഈസ് ടേക്കിംഗ് ഇനിഷ്യേറ്റീവ്, അല്ലേ? അപ്പൊ സ്വന്തമായിട്ട് ആ ഒരു വ്യക്തി ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ ഇതിനകത്ത് ആന്റിസിപ്പേഷൻ വരുന്നുണ്ട് ആൻഡ് പ്രോബ്ലംസ് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്, അത് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ. അതാണ് പ്രൊആക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി റെസ്റ്റ്ലെസ് ബിഹേവിയർ എന്ന് പറയുമ്പോഴോ, റെസ്റ്റ്ലെസ് ബിഹേവിയർ ഇസ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ഇനബിലിറ്റി ടു സ്റ്റേ ഫോക്കസ്ഡ് ഓർ സ്റ്റിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് റെസ്റ്റ്ലെസ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മുടെ ക്ലാസ്സിൽ കാണാറുണ്ട്. അവർക്ക് ഒന്നിലും ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് കഴിയില്ല. പല കാര്യങ്ങൾ അവർ ഒന്നിച്ച് ചെയ്തു വരുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം അല്ലെ. അപ്പോ ഒരു പക്ഷേ ദർ ഇസ് എൻ ഇന്നർ എജിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ഉള്ളതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദ ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പം ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദിസ് ഇസ് എ കണ്ടീഷൻ. അതിന്റെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എക്സസീവ് ആൻഡ് ഓഫൻ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും ഫിസിക്കൽ മൂവ്മെന്റും ഇവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ADHD. അപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതാണ് ADHD എന്ന് പറയുന്നത്. ആൻഡ് നാലാമത്തെ നമ്മൾ നോക്കിയാലോ, അപ്രൂവൽ സീക്കിംഗ് ബിഹേവിയർ. അപ്പൊ ഈ അപ്രൂവൽ സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അവർ ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, ഒരു അറ്റൻഷൻ കിട്ടുക അല്ലെങ്കിൽ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ള ആ ഒരു നിലയിൽ ഇത് അവരുടെ സ്വന്തം നീഡ്സും അവരുടെ സ്വന്തം വാല്യൂസും ഒക്കെ നേർച്ചർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു അപ്രൂവൽ സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു ക്വസ്റ്റ്യന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് വളരെ റിസ്കി ആയിട്ടുള്ള ബിഹേവിയർ എപ്പോഴും കാണിക്കുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റെസ്റ്റ്ലെസ് ബിഹേവിയർ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റെസ്റ്റ്ലെസ് ബിഹേവിയർ എന്നുള്ളത് ശരി, നമുക്കിവിടെ മനസ്സിലാക്കാം. പക്ഷേ ഈ എഗെയിൻ രാജുവിന് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനും കൂടി ഇവിടെ വരുന്നുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ നമുക്കിവിടെ ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് തന്നെ നമുക്ക് വന്നെത്താം എന്നുള്ളതാണ്. Moving on to the next one, question number 8, triple track plan. ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ എന്ത് ഫോസ്റ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇന്റലിജൻസ് ഉണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ഈ ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ഈ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ കോഗ്നറ്റീവ് ടെക്നിക്സ് ഫോസ്റ്റർ ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴോ അത് എന്താ പറയേണ്ടത്, എംപതി പോലെയുള്ള സംഗതികൾ, ടു ബി ഏബിൾ ടു റെക്കഗ്നൈസ്, ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു ബി ഏബിൾ ടു മാനേജ് വൺസ് ഓൺ ഇമോഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് മനസ്സിലാക്കേണ്ടത്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴോ ആ ഒരു വ്യക്തിക്ക് യുണീക്ക് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ആണ് ഇവിടെ, ബിഹേവിയേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ അവിടെ വരുന്നത്. ആൻഡ് നമുക്കിവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ട് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട്. ഇപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ടു ബി ഏബിൾ ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ആ ഒരു ഒറിജിനൽ ഐഡിയാസും സൊല്യൂഷൻസും. ഇവിടെ ഒറിജിനൽ എന്ന് പറയുമ്പോഴെന്താണ്, മറ്റാരുടെയും ഐഡിയ എടുത്ത് പറയുന്നതല്ല, ആ ഒരു വ്യക്തി തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഐഡിയ. അപ്പോൾ ഈ ഓപ്ഷനിൽ നമ്മൾ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ നമ്മൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇത് ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 4 ഓപ്ഷൻസിനും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇസ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഒറിജിനൽ ഐഡിയാസ് ഫോസ്റ്റർ ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 9. പെർമിസീവ് കൗൺസിലിംഗ് ഈസ്. സോ പെർമിസീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റീവ് ആണോ, നോൺ ഡയറക്റ്റീവ് ആണോ, എക്ലക്റ്റിക് ആണോ, അതോ കൗൺസിലർ സെന്റേർഡ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പെർമിസീവ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് നോൺ ഡയറക്റ്റീവ്. ആൻഡ് വൈ ഇസ് ഇറ്റ് നോൺ ഡയറക്റ്റീവ്? ബിക്കോസ് ഇറ്റ് ഫോളോസ് എ തെറപ്പാറ്റിക് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു തെറാപ്പി സ്റ്റൈൽ അപ്രോച്ച് ആണ് ശരിക്കും ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോ ഇവിടെ ആ ഒരു കൗൺസിലറുടെ പേഷ്യൻസ് അല്ലെങ്കിൽ ക്ലയൻസ് ആർ
are encouraged to explore their own thoughts. അവരുടെ സ്വന്തം തോട്ട്സ് അവർ തന്നെ എക്സ്പ്ലോർ ചെയ്യുക, അവരുടെ ഫീലിങ്സ്, അവരുടെ കൺസേൺസ്. ഒരു കൗൺസിലർ ശരിക്കും അവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന് അവരുടെ ഒപ്പീനിയനും അവരുടെ അഡ്വൈസും അവിടെ ഇമ്പോസ് ചെയ്യുന്നതിന് പകരം ആ ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ ഒരു റിഫ്ലക്റ്റ് ആക്ഷൻ അവിടെ എടുപ്പിക്കുക എന്നുള്ളത്. അതാണ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്. ഇവിടെ counselor is just providing a safe and an empathetic environment, and the client or the student or the patient, they are then to express themselves. They are to make their own choices, and they are to come up with their own conclusions or their own action plans and all that. Basically ഈ ഒരു permissive counseling എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വരുന്ന ആ ഒരു suggestion is that the counselor permits the client to lead in the counseling process. അതാണ് ഈ ഒരു എന്താ പറയേണ്ടത്. അതുകൊണ്ടാണ് പെർമിസീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നോൺ ഡയറക്റ്റീവ് എന്ന് കണക്കാക്കുന്നത്. ഓപ്ഷൻ ബി is the right answer here for us. Okay, question number 10. An application level question. Now here, a 14-year-old boy who runs away from school habitually without proper permission can be named as dropout ആണോ, ജുവനൈൽ ഡെലിക്വന്റ് ആണോ, ട്രോണ്ട് ആണോ, അതോ സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ആണോ? എന്താണ് ശരിക്കും ഇവിടെ ഈ സംഭവിക്കുന്നത്? അപ്പോ നമ്മൾ ഒരു ഡ്രോപ്പ് ഔട്ട് എന്താണ്? ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു സ്പെസിഫിക് ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റുഡന്റ് ഹു ലീവ്സ് സ്കൂൾ ഓർ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ബിഫോർ കംപ്ലീറ്റിംഗ് ദിയർ സ്റ്റഡീസ്. അവിടെ he or she has left for good. അത് നിർത്തി അവരങ്ങ് പോയി. അതാണ് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത്. ഒരു ജുവനൈൽ ഡെലിക്വന്റ് എന്ന് പറയുമ്പോഴോ, സോ ദിസ് ഇസ് എ യങ് പേഴ്സൺ, യൂഷ്വലി 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ദേ വുഡ് ഹാവ് കമ്മിറ്റഡ് ആൻ ആക്ട് ദാറ്റ് ഇസ് കൺസിഡേർഡ് എ ക്രൈം. ഒരു അഡൾട്ട് ഇത് ചെയ്തിരുന്നെങ്കിൽ അതൊരു ക്രൈം ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ജുവനൈൽ ഡെലിക്വന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. ആൻഡ് ട്രോണ്ട് എന്ന് പറയുമ്പോഴോ, Truant is a student who repeatedly and willfully stays away from school. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പെർമിഷനോ ജസ്റ്റിഫിക്കേഷനോ ഒന്നുമില്ലാതെ ഒരു ദിവസം രാവിലെ എണീക്കുന്നു, ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അത് ചിലപ്പോൾ കുറച്ചധികം ദിവസങ്ങൾ അങ്ങനെ നിൽക്കും. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ സ്കൂളിൽ വരും, വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി സോഷ്യലി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് യൂഷ്വലി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവര്, എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ സോഷ്യൽ ഡിസഡ്വാൻറ്റേജസ് ഉള്ള ഗ്രൂപ്പ്സിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഡിസ്ക്രിമിനേഷനും എന്താ പറയേണ്ടത്, ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നവര്, ദേ ഹാവ് ലാക്ക് ഓഫ് ആക്സസ് ടു റിസോഴ്സസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇസ് ഓപ്ഷൻ സി, ദാറ്റ്സ് എ ട്രോണ്ട് എന്നുള്ളതാണ്. Okay, now this brings us to the end of discussion temporarily for the moment. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഈ ക്ലാസ് പ്രയോജനകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ഷുഡ് ലീവ് യുവർ കമന്റ് അറ്റ് ദ ബോട്ടം. നിങ്ങൾ നിങ്ങളുടെ കമന്റ് അവിടെ എഴുതുക, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ, so that would become an inspiration for us to come up with more general videos like this where you would be able to make the most of it. So promote it, like it, share it and leave your comments. നിങ്ങൾക്ക് ഇതിൽ ഏത് ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത്, ഇനി അതല്ല വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. We will definitely pick it from there and create another video for you based on your request, based on your demand. So I would like to thank you very much for watching, and just let me remind you once again, നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. I hope you remember the date. And Entri classes have begun, and you can just fill the form. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ you can contact us on the number that is mentioned below, and we will do everything to teach you, to equip you, to be successful in your CET exam. Thank you once again. Wish you a good day ahead and all the very best for your upcoming exam. Thank you.